ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് PVC കൊണ്ടുള്ള തേനീച്ചക്കൂടാണ്. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ ലോക്ക് ഒക്കെ അഴിക്കുകയാണ്. അതിനുശേഷം താഴ്ഭാഗത്തുള്ള അടപ്പ് പതുക്കെ ഊരിയെടുക്കുന്നു. ഇത് ബ്രൂഡ് ചേമ്പറാണ്. ഈ ഭാഗത്താണ് തേൻ മുട്ടകളെ കാണുന്നത്. ഈ തേനീച്ചക്കൂട്ടിൽ ബ്രൂഡ് ചേമ്പറിലാണ് ഇവർ കൂടുതലായിട്ട് തേൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാം, തേനും മുട്ടകളും ഒരേ ഭാഗത്ത് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇവിടെ സ്പേസ് ഇല്ലാണ്ടാവുമ്പോഴായിരിക്കും അവർ മുകൾ ഭാഗത്തേക്ക് ഈ കൂട്ടിൽ തേൻ ശേഖരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, മുകൾ ഭാഗത്ത് വൈറ്റ് കളറിലുള്ളത് വിരിയാറായിട്ടുള്ള മുട്ടകളാണ്. ബ്രൗൺ കളറിലുള്ളത് പുതിയ മുട്ടയും. പിന്നെ താഴ്ഭാഗത്തായിട്ട് കാണുന്നതാണ് തേനറകൾ മുന്തിരിക്കുല പോലെയാണ് കാണുന്നത്. തേൻ പൊട്ടിച്ചെടുക്കാനായിട്ട് നീളമുള്ളൊരു കത്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് തേനറകൾ കേടുകൂടാണ്ട് എടുക്കാൻ പറ്റും. അതായത് മുകൾ ഭാഗത്ത് മുട്ടയുണ്ടാവുക, അതിനൊന്ന് കേടുപറ്റാണ്ട് ഈ നീളമുള്ള കത്തി ഉപയോഗിച്ചാണ് ഞാൻ എടുക്കുന്നത്. ധാരാളം തേൻ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ചെറിയ കൂടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ധാരാളം തേൻ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ വീട്ടിലും ഒരു തേനീച്ച കൂടെങ്കിലും ഉണ്ടാവുന്ന നല്ല ഒരു കാര്യമാണ്. കാരണം ഇത് മെഡിസിനലായിട്ടുള്ള ഒരു കാര്യമാണ് തേൻ എന്ന് പറയുന്നത്. പ്യുവറായിട്ടുള്ള തേൻ നമുക്ക് പലപ്പോഴും കിട്ടാൻ തന്നെ പാടാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊരു തേൻ വളർത്തൽ വീട്ടിൽ തുടങ്ങുകയാണെങ്കിൽ നല്ല തേൻ കിട്ടും. ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് താഴത്തെ ആ ഭാഗത്തേക്ക് കളക്ട് ചെയ്ത് വയ്ക്കുന്നത് ഇതിൻ്റെ പ്രോട്ടീനായിട്ടുള്ള പൂമ്പൊടിയാണ്. പൂമ്പൊടി തേനുമായിട്ട് മിക്സ് ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മിക്സ് ആയിട്ടുണ്ടെങ്കിൽ തേനിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പൂമ്പൊടി മാത്രം മാറ്റി ഈ തേനീച്ചക്കൂട്ടിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പൂമ്പൊടി അവർ ഭക്ഷണമായിട്ടാണ് സ്വീകരിക്കുന്നത്. കളക്ട് ചെയ്ത് വെച്ചേക്കും. അവർ അത് ഭക്ഷണമായിട്ട് സ്വീകരിക്കും. അതിന് ശേഷം ഇപ്പോൾ മാക്സിമം തേൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി കൂട് അടയ്ക്കാൻ പോവുകയാണ്. കൂട് അടച്ചിട്ട് പതുക്കെ അടയ്ക്കണം. തേനീച്ചകൾക്കൊന്നും പരിക്ക് പറ്റാണ്ട് അടയ്ക്കുക. അതിനുശേഷം ഒരു വള്ളി ഉപയോഗിച്ച് പഴയ സ്ഥലത്ത് തന്നെ കെട്ടി തൂക്കിയിടുക. മഴയൊന്നും അടിക്കാണ്ട് വേണം ഇത് തൂക്കി ഇടാൻ വേണ്ടിയിട്ട്.